കഴിഞ്ഞല്ലോ. ശരി. വികസനകാര്യ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഏതെങ്കിലും അതിന്റെ ചർച്ചയിൽ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ ആർക്കെങ്കിലും? അപ്പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എല്ലാ അജണ്ടയും പാസ്സായിരിക്കുന്നു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എം ആർ ഗോപൻ. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. കൗൺസിൽ യോഗത്തിൽ കാപ്പ പ്രതി ആർ സുഗതന്റെ അവധി അപേക്ഷ മേയർ അവതരിപ്പിച്ചു. 6 മാസത്തേക്ക് അവധിയും അനുവദിച്ചിട്ടുണ്ട്. ശക്തമായ പ്രതിപക്ഷം പ്രതിഷേധിക്കുകയാണ്. അതിൽ 51 പേർ അവധിയെ പിന്താങ്ങിയിട്ടുണ്ട്. പ്ലക്കാർഡുകളും ബാനറുകളും ഒക്കെ ഉയർത്തിയാണ് പ്രതിപക്ഷം ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. നടുത്തളത്തിൽ ഇറങ്ങിയൊക്കെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും സുഗതന്റെ അവധി അപേക്ഷ മേയർ അവതരിപ്പിച്ചു കഴിഞ്ഞു. അവധി അപേക്ഷ അംഗീകരിച്ചിരിക്കുകയാണ് കൗൺസിൽ യോഗം. മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പറയാം. രണ്ട് അജണ്ട മാറ്റി വയ്ക്കുകയാണ്. മെയിൻ അജണ്ടയിൽ 167 അജണ്ട നമ്പർ 167 മാറ്റി വയ്ക്കുകയാണ്. 167 മാറ്റി വയ്ക്കുകയാണ്. ചെയർപേഴ്സൺ വെയിറ്റ് ചെയ്യും. ഒരു മിനിറ്റ്. സപ്ലിമെന്ററി അജണ്ടയിൽ അജണ്ട നമ്പർ 41 മാറ്റിവെക്കുകയാണ്. അതോടൊപ്പം തന്നെ അജണ്ട നമ്പർ 45 മാറ്റിവെക്കുകയാണ്. അജണ്ട നമ്പർ 52 മാറ്റിവെക്കുകയാണ്. ഇത് ഒഴികെയുള്ള ബാക്കിയുള്ള നിർമ്മിക്കാം. സർ, മരാമത്തുകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മെയിൻ അജണ്ടയിലുള്ള 27, 28, 30, 90, 95, 126 മുതൽ 191 വരെ അതിനകത്ത് പറഞ്ഞ 167 മാറ്റിവെച്ചുകൊണ്ട്, അതുപോലെ തന്നെ സപ്ലിമെന്ററി അജണ്ടയിൽ പേജ് നമ്പർ 43 മുതൽ 68 വരെ 1 മുതൽ 57 വരെ ഉള്ളതിൽ 41, 43, 52 മാറ്റിവെച്ചുകൊണ്ട് കൗൺസിൽ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. മാറ്റിവെച്ച അജണ്ടകളൊഴികെ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ എല്ലാ അജണ്ടകളും പാസ്സായിരിക്കുകയാണ്. ടൗൺ പ്ലാനിംഗ് ചെയർമാൻ ശ്രീ പാറ്റൂർ രാധാകൃഷ്ണൻ ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ട വായിക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ സപ്ലിമെന്ററി അജണ്ടയിലുള്ള മെയിൻ അജണ്ടയിൽ നമ്പർ 192 മുതൽ 199 വരെ അംഗീകാരത്തിനായി കൗൺസിൽ മുൻപാകെ സമർപ്പിക്കുന്നതാണ്. ടൗൺ പ്ലാനിംഗിൽ ആർക്കെങ്കിലും ചർച്ചയിൽ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും നിർദ്ദേശങ്ങൾ? ഒന്നുമില്ല. ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എല്ലാ അജണ്ടയും പാസ്സായിരിക്കുന്നു. നികുതി അപ്പീൽ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സിന്ധു ശശി എന്തെങ്കിലുമില്ല. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഉദയൻ ഇല്ല. അജണ്ട നമ്പർ 2 വാർഡ് കമ്മിറ്റിക്ക് അംഗീകാരം കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അജണ്ട നമ്പർ 2 വാർഡ് കമ്മിറ്റികൾക്ക് അംഗീകാരം കൊടുക്കാനുള്ള അജണ്ട പാസ്സായിരിക്കുകയാണ്. ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ട നേരത്തെ അവതരിപ്പിച്ചു, പാസ്സായിരിക്കുകയാണ്. മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നമ്പറുകൾ വായിച്ച് ഒഴിവാക്കിയ അജണ്ട ഒഴികെ ബാക്കി എല്ലാ അജണ്ടകളും പാസ്സായിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗം പുരോഗമിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നടുത്തളത്തിൽ ഇറങ്ങി പ്ലക്കാർഡുകൾ ഏന്തിയൊക്കെയാണ് ഇപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത്.
വിവരങ്ങളുമായി നമുക്കൊപ്പം അപർണ കേസ് ചേരുന്നുണ്ട്. അപർണ, എന്തായാലും സുഗതന്റെ അവധി അപേക്ഷ ഇപ്പോൾ കൗൺസിൽ യോഗം അംഗീകരിച്ചിരിക്കുകയാണ്. 51 പേരാണ് ഈ ഒരു അവധിയെ പിന്താങ്ങിയിട്ടുള്ളത്. സുഗതൻ ഇത്തരത്തിൽ അയോഗ്യനാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്താണ് ഇപ്പോൾ ഈ ഒരു അവധി ഇപ്പോൾ കൗൺസിൽ യോഗം ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. നിലവിൽ എന്താണ് അവസ്ഥ? വിവരങ്ങൾ എങ്ങനെയാണ്? തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. നടുത്തളത്തിൽ ഇറങ്ങി ഇത്തരത്തിൽ പ്ലക്കാർഡുകൾ ഏന്തിയുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും സുഗതനെ അയോഗ്യനാക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ നിർണായകമായിരുന്നു ഈ ഒരു യോഗം. എന്തായാലും ഈ ഒരു യോഗത്തിൽ ഇപ്പോൾ സുഗതന് അവധി അപേക്ഷ നൽകിക്കൊണ്ട് മേയർ അവതരിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു അവധി അപേക്ഷ ഇപ്പോൾ കൗൺസിൽ അംഗീകരിച്ചിരിക്കുകയാണ്. കാപ്പ കേസ് പ്രതിയാണ് സുഗതന്റെ അവധി അപേക്ഷ മേയർ അവതരിപ്പിച്ചത്. ഇത്തരത്തിൽ കൗൺസിൽ യോഗങ്ങൾ സുഗതൻ പങ്കെടുത്തില്ല എങ്കിൽ അയോഗ്യനാക്കപ്പെടുമായിരുന്നു. എന്തായാലും അതിനൊരു നീക്കമായിട്ടാണ് ഇപ്പോൾ BJP മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനാവാത്ത സുഗതന് അവധി അപേക്ഷയാണ് മേയർ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ആ ഒരു അവധി അപേക്ഷ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ് കൗൺസിൽ യോഗം. വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അത് നമുക്ക് കാണാനും സാധിക്കും. 6 മാസത്തേക്കാണ് ഇത്തരത്തിൽ അവധി അനുവദിച്ചിരിക്കുന്നത്. ശക്തമായുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. 51 പേരാണ് ഈ ഒരു അവധി അപേക്ഷയെ പിന്താങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പ്ലക്കാർഡുകളും മറ്റും മുദ്രാവാക്യ വിളികളും ഒക്കെയായിട്ടാണ് ഇത്തരത്തിൽ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയാണ്. എന്തായാലും ഈ ഒരു പ്രതിഷേധത്തിനിടയിലും ഇത്തരത്തിൽ അവധി അപേക്ഷ അംഗീകരിച്ചിരിക്കുകയാണ് യോഗം. 51 പേരാണ് ഈ ഒരു അവധിയെ പിന്താങ്ങിയിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ കാപ്പ കേസ് പ്രതിയായിട്ടുള്ള സുഗതന് 6 മാസത്തേക്കാണ് ഇത്തരത്തിൽ കൗൺസിൽ യോഗം അവധി നൽകിയിട്ടുള്ളത്. എന്തായാലും നടുത്തളത്തിൽ ഇറങ്ങിയുള്ളൊരു പ്രതിഷേധമൊക്കെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിൽ 2 സ്വതന്ത്രരുടെ പിന്തുണ BJPക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും 51 പേരാണ് ഈ ഒരു കാപ്പ കേസ് പ്രതിയായിട്ടുള്ള സുഗതന്റെ അവധി അപേക്ഷയ്ക്ക് പിന്താങ്ങിയിട്ടുള്ളത്. ഇതിൽ 6 മാസത്തേക്കാണ് ഇത്തരത്തിൽ സുഗതന് അവധി അപേക്ഷ നൽകിയിട്ടുള്ളത്. മേയറാണ് ഈ ഒരു അവധി അപേക്ഷ ഇത്തരത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. വിവരങ്ങളുമായി അപർണ കേസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അപർണ, എന്തായാലും സുഗതനെ അയോഗ്യനാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്താണ് ഇപ്പോൾ അവധി അപേക്ഷ എന്നൊരു നീക്കവുമായിട്ട് BJP മുന്നോട്ട് പോയത്. എന്തായാലും അതിൽ 51 പേരാണ് ഈ ഒരു അവധി അപേക്ഷയെ പിന്താങ്ങിയിട്ടുള്ളത്. ഈ ഒരു അവധി അപേക്ഷ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പ്രതിപക്ഷം പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ എന്താണ് തീരുമാനം? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അതും BJPക്ക് തിരിച്ചടിയാകും, അല്ലെങ്കിൽ സുഗതനായ തിരിച്ചടിയാകും എന്ന് കരുതിയിരുന്ന ഒരു കൗൺസിൽ യോഗമാണ് ഇന്നത്തേത്. എന്നാൽ അത് മറിച്ചാണ് ഇന്ന് ഇവിടെ സംഭവിച്ചത്. അതായത് 51 അംഗങ്ങൾ പിന്താങ്ങിക്കൊണ്ട് സുഗതന് 6 മാസത്തേക്കുള്ള അവധി നൽകിയിരിക്കുകയാണ്. ഇതിന് പറയുന്നത് ആഭ്യന്തര വകുപ്പ് ഇതിന് അനുമതി നൽകിയിരുന്നു. അതായത് കോർപ്പറേഷനിലേക്ക് അവധി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷ നൽകാൻ ആഭ്യന്തര വകുപ്പ് തന്നെ അനുമതി നൽകിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് സുഗതൻ അവധിക്കായുള്ള അപേക്ഷ നൽകിയത്. അത് 51 അംഗങ്ങൾ പിന്താങ്ങിക്കൊണ്ട് അംഗീകരിച്ച സ്ഥിതിക്ക് സുഗതന് 6 മാസം ഇനി കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിലും യാതൊരു നടപടികളിലേക്ക് കടക്കില്ല എന്ന് മേയർ അറിയിച്ചിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ഇത്തരത്തിൽ ഈ കൗൺസിൽ യോഗത്തിൽ ഉണ്ടാകുന്നത്. പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഇത്തരത്തിൽ മേയർക്കെതിരെയും ഒക്കെ തന്നെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മത്സരത്തിലൂടെ ഈ പ്രതിഷേധത്തിലൂടെ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ UDF എംപിമാർക്കൊപ്പം ഒക്കെ തന്നെ ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിക്കുന്നത്. കാപ്പാക്കി നിലപാടാണ് മേയർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് അറിയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നത്. എന്തായാലും വളരെ വലിയ പ്രതിഷേധങ്ങളിലൊക്കെ തന്നെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വേളയിൽ തന്നെ ഇന്നത്തെ പ്രമേയങ്ങളൊക്കെ തന്നെ മേയർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കൗൺസിൽ യോഗം തിരിച്ചുവിട്ടതായി അറിയിച്ചുകൊണ്ട് മേയർ മടങ്ങി പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. മടങ്ങി പോകവെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂട്ടി വിളിച്ചുകൊണ്ട് പ്രതിഷേധത്തിന് നടുത്തളത്തിൽ ഇറങ്ങി നിൽക്കുന്നത്. നടുത്തളത്തിൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. കാരണം പ്രതിയായ സുഗതന് ഇനി കൗൺസിലറായി തുടരാൻ സാധിക്കില്ല, ഇത്തരത്തിൽ അവധി നൽകാൻ സാധിക്കില്ല എന്ന് ആണ് ഈ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ പറയുന്നത്. വളരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നടുത്തളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. 2 സ്വതന്ത്ര കൂടി പിന്താങ്ങിക്കൊണ്ടാണ് ഇത്തരത്തിൽ 51 പേരുടെ അംഗീകാരം ഈ അവധിക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ വലിയ പ്രതിഷേധങ്ങളിലേക്ക് ഈ തീരുമാനം കടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ്.
അപർണ, നമുക്കറിയാം ഒരു കാപ്പ കേസ് പ്രതിയാണ് ഈ ഒരു സുഗതൻ. അതുമാത്രമല്ല ഇയാളുടെ അവധി അപേക്ഷ ഇത്തരത്തിൽ കൗൺസിൽ യോഗം അംഗീകരിച്ച സ്ഥിതിക്കും അതോടൊപ്പം തന്നെ പ്രതിപക്ഷം ഇത്രത്തോളം വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്ന സ്ഥിതിക്കും ഇത്തരത്തിൽ ഇനി ഈ ഒരു അവധി അപേക്ഷയിന്മേൽ ഒരു ചർച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? ഇതിന്മേലൊരു ചർച്ചയ്ക്കുള്ള സാധ്യത വളരെ സാധ്യമാകുന്ന രീതിയിലേക്ക് അല്ല. എന്തായാലും ഈ വിഷയത്തിന്മേലൊരു ചർച്ചയ്ക്ക് മേയറോ അല്ലെങ്കിൽ ബിജെപി അംഗങ്ങളോ തയ്യാറാകുമെന്ന് തോന്നുന്നത്. എന്തായാലും വളരെ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. എന്തായാലും മുനിസിപ്പാലിറ്റി നിയമം അനുസരിച്ചിട്ടുള്ള അവധി നൽകാനുള്ള ഒരു വകുപ്പുണ്ട്. അതുകൂടി പ്രയോജനപ്പെടുത്തിയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് സുഗതൻ കടന്നിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇതിൽ പരാതി നൽകാം. ആ പരാതി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നോക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ അവധി നൽകി എന്ന് അവിടെ വ്യക്തമാക്കേണ്ടി വരും. ഇനി അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കാനാണ് പ്രതിപക്ഷ പാർട്ടികൾ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കാനാണ് സാധ്യത. എന്തായാലും 6 മാസത്തേക്ക് ഇനി സുഗതൻ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിലും കൗൺസിലറായി തന്നെ തുടരാൻ സാധിക്കും. അരുണിമ, ശരി, വ്യക്തമാണ് അപർണ. എന്തായാലും ഇപ്പോഴും പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൗൺസിൽ യോഗത്തിൽ, തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലാണ് ഇപ്പോൾ സുഗതന്റെ ഈ ഒരു അവധി അപേക്ഷ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. 51 പേരാണ് പിന്തുണച്ചിട്ടുള്ളത്. അതിൽ 2 സ്വതന്ത്രരുടെ പിന്തുണ കൂടി BJPക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും നടുത്തളത്തിൽ ഇറങ്ങി നിന്നുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കയ്യിൽ പ്ലക്കാർഡുകളൊക്കെ ഉണ്ട്. ഈ ഒരു പ്രതിപക്ഷത്തിൽ പ്രതിഷേധിക്കുന്നവരുടെയൊക്കെ കയ്യിൽ എഴുന്നേറ്റ് നിന്നൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയാണ്. അതോടൊപ്പം തന്നെ മേയർ മറ്റ് പ്രമേയങ്ങളും ഒക്കെ പാസ്സാക്കി വിടുന്നുമുണ്ട്. എന്തായാലും പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുകയാണ്. ആർ സുഗതന് അവധി അപേക്ഷ നൽകാൻ കഴിയില്ല എന്ന് ഉള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നത്. എന്തായാലും 6 മാസത്തേക്കാണ് ഇത്തരത്തിൽ അവധി നൽകിയിരിക്കുന്നത് സുഗതന്. ഈ ഒരു 6 മാസവും ഈ ഒരു കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല. ഇത്തരത്തിൽ ഈ ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗമാണ് ഇത് അംഗീകരിച്ചിട്ടുള്ളത്. അവധി അപേക്ഷ അംഗീകരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ആർ സുഗതൻ കാപ്പ കേസ് പ്രതിയാണ്. എന്തായാലും ഇത്തരത്തിലൊരു പ്രതിയായ സ്ഥിതിക്ക് ഇത്തരത്തിൽ ഇയാളെ അയോഗ്യനാക്കാനായിരുന്നു ഈ ഒരു പ്രതിപക്ഷം ഒക്കെ മുന്നോട്ട് വന്നിരുന്നത്. എന്തായാലും അതിന് എതിരായിട്ടുള്ള ഒരു നടപടിയുമായിട്ടാണ് ഇപ്പോൾ മേയറും മുന്നോട്ട് പോയിരിക്കുന്നത്. അവധി അപേക്ഷയുമായിട്ടാണ് വന്നിരിക്കുന്നത്. 6 മാസത്തേക്കാണ് ഇപ്പോൾ ആർ സുഗതന് അവധി അപേക്ഷ നൽകിയിട്ടുള്ളത്. ഈ 6 മാസവും ഇത്തരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടതില്ല. എന്തായാലും ഈ ഒരു അവധി അപേക്ഷ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. എന്തായാലും 51 പേർ പിന്താങ്ങിയിരിക്കുന്നു. അതിൽ 2 സ്വതന്ത്രർ ഇത്തരത്തിൽ സ്വതന്ത്രരുടെ പിന്തുണ BJPക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്തുണച്ചത് സ്വതന്ത്രൻ സുധീഷ് ആണ്. ഒപ്പം നടുത്തളത്തിലിറങ്ങിയാണ് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത്. പ്ലക്കാർഡുകളും ബാനറുകളും ഒക്കെ ഉയർത്തി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഉള്ളത്. എന്തായാലും തിരുവനന്തപുരം കൗൺസിൽ യോഗത്തിലാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും യോഗം ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു. ആർ സുഗതന് 6 മാസത്തേക്ക് അവധി നൽകിയിരിക്കുന്നു. 51 പേർ പിന്തുണച്ചിരിക്കുന്നു. അതിൽ 2 സ്വതന്ത്രരുടെ പിന്തുണ BJPക്ക് ലഭിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനമായത്. എന്തായാലും ഇപ്പോഴും പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നടുത്തളത്തിൽ ഇറങ്ങിയാണ് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത്. ഇത്തരത്തിൽ ആർ സുഗതന് ഈ ഒരു അവധി നൽകാൻ കഴിയില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആവശ്യം. ഇപ്പോഴും പ്രതിഷേധിക്കുകയാണ്. അതോടൊപ്പം തന്നെ മേയർ ഇത്തരത്തിൽ മറ്റ് പ്രമേയങ്ങളും പാസ്സാക്കുന്നുണ്ട്. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആർ സുഗതൻ കാപ്പ കേസ് പ്രതിയായിട്ടുള്ള ആർ സുഗതനെ അയോഗ്യനാക്കണമെന്നും ഇത്തരത്തിൽ അവധി അപേക്ഷ നൽകാൻ കഴിയില്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന വാദം. ഇവർ ഇപ്പോഴും പ്രതിഷേധിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗം ഇപ്പോൾ സുഗതന്റെ അവധി അപേക്ഷ അംഗീകരിച്ചും കഴിഞ്ഞു. 6 മാസത്തേക്കാണ് ആർ സുഗതന് അവധി അപേക്ഷ നൽകിയിട്ടുള്ളത്. മേയറാണ് ഇത്തരത്തിൽ അവധി അപേക്ഷ അവതരിപ്പിച്ചത്.
എങ്ങനെയായതും ഏത് സാഹചര്യത്തിലായെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. അത് അതിൻ്റെ നിയമവഴിക്ക് നടന്നോട്ടെ. ഇപ്പോൾ ഒരു അപേക്ഷ വരുമ്പോൾ ഒരു കൗൺസിലറിനെ അദ്ദേഹം ഇലക്റ്റഡായി വന്നതാണ്. ആരും കൊണ്ട് വെറുതെ പേരെഴുതി വെച്ചിട്ടുള്ളതാണ്. ഈ പറയുന്ന ഞാനെന്നാണ് എനിക്കിതൊരു അവസരം വന്നു കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഇതുപോലെ തന്നെ പ്രതികരിക്കണമെന്നാണ്. ആരായിരുന്നാലും കൂടെ നിന്ന് പ്രതി സഹായിക്കണമെന്നുള്ളതാണ്. അല്ലേ, സുഗതൻ്റെ ആവശ്യമാണല്ലോ കൂടെ വന്നിരിക്കുന്നത്. BJP ഇനിയിപ്പോൾ നാളെ ഒരു ദോഷമായ കാര്യം ഞാൻ റിയാക്ട് ചെയ്യും. അത് വേറെ കാര്യം. അതെ, 52 ഇപ്പോൾ 51 ഉണ്ടായിരുന്നു. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എന്തായാലും ഇപ്പോൾ അവധി അനുവദിച്ചിരിക്കുകയാണ് സുഗതന്. നിലവിലിപ്പോൾ പിന്തുണച്ച സ്വതന്ത്രൻ സുധീഷും സംസാരിച്ചിരുന്നു. എന്തായാലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ തെറ്റിനെ ചൂണ്ടിക്കാണിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ സ്വതന്ത്രൻ സുധീഷ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അവധി നൽകിയിരിക്കുകയാണ് സുഗതന്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും വളരെ നാടകീയമായ രംഗങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ നടന്നത്. 101 അംഗ കൗൺസിലിൽ 51 അംഗങ്ങളുടെ പിന്തുണയോടുകൂടി കൗൺസിലറായ സുഗതന് ഇപ്പോൾ അവധി നൽകിയിരിക്കുകയാണ്. ഈ അവധിയെ എതിർക്കുകയാണ് UDFും ഒപ്പം LDFും. ഇരുവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ ഇല്ലാത്ത ഒരു നിയമം, അതായത് ഈ മുനിസിപ്പൽ കൗൺസിലിൻ്റെ നിയമാവലിയിൽ എങ്ങും തന്നെ ഇത്തരത്തിൽ ഒരു കൗൺസിലർക്ക് അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ എഴുതി ചേർക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി 51 അംഗങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെ സുഗതന് അവധി നൽകിയിരിക്കുന്നു എന്നുള്ളതിനെ ചോദ്യം ചെയ്യും എന്നാണ് ഇപ്പോൾ UDFും LDFും പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ഇവർ നേരെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറിക്കും അതിനുശേഷം തൊട്ടു പിന്നാലെ നിയമപരമായി കോടതിയിലേക്കും പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ UDF തീരുമാനിച്ചിരിക്കുന്നത്. LDFും അത്തരം നിലപാട് തന്നെ സ്വീകരിക്കും. പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം 51 അംഗങ്ങളാണ് BJPക്ക് ഉണ്ടായിരുന്നത്. മൊത്തം 50 അംഗങ്ങൾ, ഒരു സ്വതന്ത്ര പിന്തുണയും നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൽ എന്നും ഉൾപ്പെടാതെ നിന്ന സുധീഷ് എന്ന് പറയുന്ന കൗൺസിലർ, അതായത് നേരത്തെ കോൺഗ്രസിൻ്റെ വിമതനായി പൗണ്ടുകടവിൽ നിന്ന് മത്സരിച്ച ആളാണ് സുധീഷ് ഇതിൽ നിന്നും ഈ സാധാരണ ആരെയും പിന്തുണയ്ക്കാൻ നിൽക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സുഗതൻ്റെ വിഷയം വന്നപ്പോഴേക്കും സുധീഷ് കൃത്യമായും BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതിൽ സുധീഷ് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ഒരു മാസമായി കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യമായി നടക്കുന്നില്ല. ജനകീയമായ പ്രശ്നങ്ങളൊന്നും തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ. നല്ല കാര്യങ്ങളിൽ BJPക്കൊപ്പം നിൽക്കും, എതിർക്കേണ്ട കാര്യങ്ങളിൽ എതിർക്കും എന്ന നിലപാടാണ് ഇപ്പോൾ സുധീഷ് അറിയിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ, അതായത് UDF അന്ന് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുവാൻ ഒരു നീക്കം നടത്തിയിരുന്നു. അന്ന് ഈ പൗണ്ടുകടവിലെ കൗൺസിലറായ സുധീഷിനോട് പിന്തുണ അഭ്യർത്ഥിച്ചിരുന്നെങ്കിൽ തന്നെയും അന്ന് UDFന് വേണ്ടി ശബരിനാഥ് ആയിരുന്നു പിന്തുണ അഭ്യർത്ഥിച്ചത്. പക്ഷേ അന്ന് ശബരിനാഥിൻ്റെ ഫോൺ കോൾ പോലും എടുക്കുവാൻ ഈ കൗൺസിലർ സുധീഷ് തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അയാൾ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. BJPക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അതോടുകൂടി തന്നെ സുഗതന് അവധി നൽകി എന്ന് പറയുകയും പെട്ടെന്ന് വളരെ വേഗത്തിൽ തന്നെ കൗൺസിൽ യോഗം അവസാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ കൗൺസിൽ തുടങ്ങിയപ്പോൾ തന്നെ പുതിയ ഒരു കൗൺസിൽ കെട്ടിടം പണിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്ലാൻ ഉൾപ്പെടെയുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കൗൺസിൽ യോഗം തുടങ്ങിയത്. അതിന് തൊട്ട് പിന്നാലെ അജണ്ടകൾ ഓരോന്നായി വന്നു. അതിനുശേഷം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും സുഗതനെതിരെ അല്ലെങ്കിൽ സുഗതന് ഇനി പങ്കെടുക്കാത്തതിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇനി ഒരു അംഗമായി തുടരാൻ കഴിയത്തില്ല, അയോഗ്യനാക്കി മാറ്റണമെന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ സ്വീകരിക്കുമെന്ന് ഉറപ്പായതോടുകൂടിയാണ് വോട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നഗരസഭ നീങ്ങിയത്. എന്തായാലും മേയർ ഉൾപ്പെടെ ഉള്ളവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് വോട്ടിംഗ് നടക്കുന്നു. 51 അംഗങ്ങളുടെ പിന്തുണ സുഗതന് അനുകൂലമാകുന്നു. സുഗതന് അവധി നൽകിയതായി മേയർ തന്നെ പ്രഖ്യാപിക്കുന്നു. ഒപ്പം ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു കത്ത് കൂടി എടുത്തു കാണിക്കുന്നുണ്ട്. ആ കത്തിൽ പറയുന്നത് ഇത്തരത്തിൽ ചില ഘട്ടങ്ങളിലൊക്കെ തന്നെ അവധി നൽകാൻ കഴിയും എന്നുകൂടി ആ കത്തിൽ സൂചനയുണ്ട്. അങ്ങനെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്തായാലും സുഗതന് അവധി നൽകിയതായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണഗതിയിൽ ഈ മുനിസിപ്പൽ കൗൺസിൽ ആക്ട് അനുസരിച്ച്
വെച്ച് 3 കൗൺസിൽ യോഗങ്ങൾ കൃത്യമായി യഥാസമയങ്ങളിൽ അത് തുടർച്ചയായി പങ്കെടുക്കാതിരുന്നാൽ അയാൾ അയോഗ്യനാകും എന്നുള്ളതാണ്. പക്ഷേ ആ അയോഗ്യതയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള മാർഗത്തിൽ ഈ പൗണ്ട് കടവിലെ കൗൺസിലർ കൂടിയായ സുധീഷിനെ കിട്ടുന്നു. സുധീഷ് ഇത് നടപടിക്രമങ്ങളുടെ ഭാഗമായി BJPക്ക് അനുകൂലമായി നിൽക്കുകയും ചെയ്തതോടെ പ്രശ്നങ്ങൾ അവിടെ അയോഗ്യത എന്നുള്ള പ്രശ്നം അവസാനിക്കുന്നു. പക്ഷേ കൗൺസിലിലെ ബഹളം ഇപ്പോഴും തുടരുകയാണ്. UDFും LDFും അപ്പോൾ കൗൺസിൽ ഹാളിനകത്ത് നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രവുമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഇന്ന് സാധാരണഗതിയിൽ BJP ഇത്തരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ തരത്തിലുള്ള വിയോജിപ്പ് ഉയർത്തുകയും ഈ മുദ്രാവാക്യം വിളിക്കുന്നവർക്കെതിരെ ഒക്കെ തന്നെ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നതുമൊക്കെയുണ്ട്. പക്ഷേ BJPയുടെ ഭാഗത്ത് നിന്ന് വളരെ മൗനമായിരുന്നു. അവർ യാതൊരു വിധത്തിലുള്ള തിരിച്ചുള്ള മുദ്രാവാക്യം വിളിക്കാനോ അല്ലെങ്കിൽ മറ്റ് ബഹളങ്ങൾക്കോ ഒന്നും തയ്യാറാകാതെ BJP നിശബ്ദത പാലിക്കുക തന്നെയായിരുന്നു. അത് അവരുടെ ഒരു രീതി. അത് ഇന്നൊരു പ്രത്യേക രീതി അവർ അവലംബിച്ചതാണ്. കാരണം ഈ സുഗതനെ സംബന്ധിച്ചിടത്തോളം സുഗതൻ്റെ ഈ അയോഗ്യത ഇല്ലാതാക്കുക, അതിനെന്ത് നിലപാടും സ്വീകരിക്കുക എന്നുള്ളത് BJPയുടെ ഒരു തന്ത്രം തന്നെയാണ്. പക്ഷേ ഇവിടെ BJP ഒരർത്ഥത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം 101 അംഗങ്ങളുള്ള കൗൺസിലിൽ ഇപ്പോൾ നിലവിൽ വീണ്ടും പിന്തുണ BJPക്ക് അനുകൂലമായിരിക്കുന്നു. സുഗതൻ മാറി നിന്നാൽ തന്നെയും കൃത്യമായും 51 അംഗങ്ങളുടെ പിന്തുണ BJPക്ക് ലഭിക്കുന്നു. അതിലൂടെ തന്നെ BJPക്ക് വീണ്ടും എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് അധികാരം ഉറപ്പിക്കാൻ കഴിയുമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള, അതായത് LDFിൻ്റെ കൗൺസിലർ കൂടിയായ SP ദീപക് ഹൈക്കോടതി സമീപിച്ചിരുന്നു. അതിൽ പ്രധാനമായും പറയുന്നത് മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും അവർ തിരഞ്ഞെടുക്കപ്പെട്ട രീതി ശരിയല്ല, കാരണം അത് അസ്ഥിരപ്പെടുത്തണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി ഇതിൻ്റെ മേൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. മുനിസിപ്പൽ സെക്രട്ടറിക്കും സംസ്ഥാന സർക്കാരിനും ഉൾപ്പെടെ നോട്ടീസ് അയച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും കാരണം നേരത്തെ തന്നെ അവർ സത്യപ്രതിജ്ഞ, ഈ 20 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴേക്കും സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് നിയമപരമായി ചെയ്യേണ്ട പദങ്ങളല്ല അവർ ഉപയോഗിച്ച് സത്യപ്രതിജ്ഞ ചെയ്തത്. ദൈവനാമത്തിൽ എന്നതിന് പകരം മറ്റ് പേരുകളൊക്കെ ഉപയോഗിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ അത് തുടർന്ന് ഇവരെ അയോഗ്യരാക്കിയിരുന്നു. വീണ്ടും അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇവർ അയോഗ്യരാക്കുന്നതിന് മുമ്പ് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് മേയറേയും ഡെപ്യൂട്ടി മേയറേയും തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ ഘട്ടത്തിൽ മേയറേയും ഡെപ്യൂട്ടി മേയറേയും തിരഞ്ഞെടുത്ത രീതി ശരിയല്ല. അതുകൊണ്ട് അതിനെതിരെ ഒരു നീക്കം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ LDF മുന്നോട്ട് പോയിരിക്കുന്നത്. പക്ഷേ അവിടെയും LDFിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു പ്രതിസന്ധിയുടെ കാര്യം കൂടി കടന്നു വരുന്നു. കാരണം ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഈ സുധീഷ് എന്ന് പറയുന്ന പൗണ്ട് കടവിലെ കൗൺസിലർ ഇപ്പോൾ BJPക്ക് അനുകൂലമായ നിലപാട് കൂടി സ്വീകരിച്ചിരിക്കുന്നു. അത് രാഷ്ട്രീയപരമായി ഒരു നേട്ടം BJPക്ക് അനുകൂലമായിരിക്കുന്നു. UDFിനും LDFിനും ഒരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. പക്ഷേ എങ്കിൽ തന്നെയും കൗൺസിലിൻ്റെ സുഗമമായ പ്രവർത്തനം മുന്നോട്ട് പോകാൻ ഇനി ഒരുപക്ഷെ കഴിയുകയില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. കാരണം LDFും UDFും BJPക്കെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും. അത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും കൗൺസിൽ ഭരണത്തിൽ സുഗതൻ്റെ കാര്യം മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരത്തിൽ ആദ്യമായിട്ടാണ് BJPക്ക് അധികാരം കിട്ടുന്നത്. അങ്ങനെ അധികാരം കിട്ടിയതോടെ തന്നെ സർക്കാരിൻ്റെ ആയാലും തന്നെ മറ്റ് പരിപാടികളിലൊക്കെ തന്നെ BJPയുടെ മേയർ തന്നെ അധ്യക്ഷ പദവിയിലേക്ക് എത്തപ്പെടുന്നു. അത് മാത്രവുമല്ല BJPയുടെ സാന്നിധ്യം ഒട്ടുമിക്ക സർക്കാർ പരിപാടികളിലേക്കും എത്തപ്പെടുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കൽ പോലും അംഗീകരിക്കാനാവില്ല. LDFിനും അംഗീകരിക്കാനാവില്ല. LDFിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ CPIMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുത്തക തന്നെയായിരുന്നു തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിരുവനന്തപുരം കൗൺസിൽ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ തിരുവനന്തപുരം കൗൺസിലിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം, ഇപ്പോൾ ഭരണം നഷ്ടപ്പെട്ടതോടുകൂടി തന്നെ കൗൺസിൽ നഷ്ടപ്പെട്ടു. അതിനപ്പുറത്തേക്ക് തിരുവനന്തപുരം നഗരവുമായി ബന്ധപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ തന്നെ MLAമാരും ഇല്ലാത്ത ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ CPIM അപ്രസക്തമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതുകൊണ്ട് രാഷ്ട്രീയപരമായി BJPയുടെ ഏത് തരത്തിലുള്ള മുന്നോട്ട് പോക്കിനെയും തടയും എന്നുള്ളത് ഉറപ്പാണ്. ഇനിയുള്ള ദിവസങ്ങളിലും BJPയുടെ കൗൺസിൽ യോഗങ്ങൾ ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഒപ്പം തന്നെ പല നടപടിക്രമങ്ങളെയും തടസ്സപ്പെടുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ സുഗതനെ സംബന്ധിച്ചിടത്തോളം സുഗതന് നേരത്തെ തന്നെ കാപ്പ കേസിലെ പ്രതി ആണ് എന്നതിനപ്പുറത്തേക്ക് സുഗതനുമായി ബന്ധപ്പെട്ട വട്ടിയൂർക്കാവ് മേഖലയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ കേസുകളുണ്ട്. ആ കേസ് കഴിഞ്ഞ് അദ്ദേഹം കാപ്പ കേസ് കഴിഞ്ഞ് പുറത്തേക്ക് വന്നാൽ തന്നെയും എത്ര കണ്ട് വളരെ സുഗമമായി കൗൺസിൽ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതിൽ തന്നെ ഒരു ഉറപ്പില്ലാത്ത സാഹചര്യമാണ്. അത്ര കണ്ട് ശക്തമായ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് UDFിൻ്റെയും LDFിൻ്റെയും നീക്കം. പ്രത്യേകിച്ചും CPIMനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കൗൺസിൽ യോഗങ്ങളിൽ അവരവരുടെ നിലപാട് വ്യക്തമാക്കി ശക്തമായ പ്രതിഷേധം ഉന്നയിച്ച് തന്നെ മുന്നോട്ട്
മുന്നോട്ട് പോകും. അത് പാർട്ടിയുടെ ഒരു തീരുമാനമാണ്. ആ തരത്തിൽ തന്നെ നീങ്ങുകയും ചെയ്യും. ഇനി ഇപ്പോൾ എന്തായാലും BJPക്ക് ഒരു ആശ്വാസം എന്ന് തന്നെ പറയാം. കാരണം BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പക്ഷേ ഇന്ന് സുഗതൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ല എങ്കിൽ ഒരു പക്ഷേ അത് അനുകൂലമല്ല പ്രതികൂലമായിരുന്നെങ്കിൽ തന്നെ ഒരു പക്ഷേ അത് BJP സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നോട്ട് പോക്കിനെ അത് കാര്യമായി ബാധിക്കാൻ ഇടയുണ്ടായിരുന്നു. ചില പ്രശ്നങ്ങളും സങ്കീർണതകളും ഒക്കെ വന്നു ചേരും. അവർക്കൊരു കൗൺസിലർ നഷ്ടമാകും. അതുവഴി തന്നെ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ പ്രശ്നങ്ങൾ പ്രതിസന്ധികളുണ്ടാകും. കാരണം അത്തരം ഒരു നീക്കം UDF LDF ഒരു പക്ഷേ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് LDF UDF ഒരുമിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് BJPക്ക് പ്രതികൂലമായി മാറാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ തൽക്കാലം BJP രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. അത്തരത്തിൽ ഒരു നീക്കം BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ നേരത്തെ തന്നെ BJP നഗരസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ തന്നെ BJP ഈ പൗണ്ടുകടവ് കൗൺസിലർ സുധീഷിനെ ഒപ്പം കൂട്ടാൻ പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അന്നൊന്നും സുധീഷ് ഈ BJPക്കൊപ്പമോ അല്ലെങ്കിൽ NDAക്കൊപ്പമോ കൂടാൻ തയ്യാറായില്ല. സ്വതന്ത്രൻ എന്നുള്ള നിലപാട് സ്വീകരിച്ച് അദ്ദേഹം മുന്നോട്ട് പോവുകയായിരുന്നു. 2 സ്വതന്ത്രന്മാരാണ് തിരുവനന്തപുരം നഗരസഭയിൽ വിജയിച്ചിട്ടുള്ളത്. അതിലൊരു സ്വതന്ത്രനായ രാധാകൃഷ്ണൻ നേരത്തെ തന്നെ BJPക്കൊപ്പം ചേർന്നിരുന്നു. ഇപ്പോൾ സുധീഷും നിലപാട് കൊണ്ട് ചില സമയങ്ങളിലൊക്കെ തന്നെ BJP പിന്തുണയ്ക്കാനും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇതോടുകൂടി BJPക്ക് നിലവിലുള്ള അനിശ്ചിതാവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നിരിക്കുന്നു. BJPക്ക് അല്പം ശക്തി പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ അവർക്കെതിരെ ഉണ്ടാകുന്ന എതിർപ്പുകൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിരിക്കും, പ്രത്യേകിച്ചും UDFൻ്റെയും LDFൻ്റെയും ഭാഗത്തു നിന്നും. ശരി, വ്യക്തമാണ്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ സുഗതന്റെ അവധി അപേക്ഷ മേയർ അവതരിപ്പിച്ചു. അവധി അപേക്ഷ ഇപ്പോൾ കൗൺസിൽ യോഗം അംഗീകരിച്ചിരിക്കുകയാണ്. 51 പേരാണ് അവധിയെ പിന്താങ്ങിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് D ബിനോയാണ്. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം.